Hi students, welcome to G Vibrance. Okay, ഇന്നൊരു മറ്റൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് 3D ഫ്ലർ എഫക്റ്റ് ആണ്. നമ്മൾ ഇല്ലുസ്ട്രേറ്റർ ചെയ്യുന്ന 3D ഫ്ലർ എഫക്റ്റ് ആണ്. ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇതേ കണക്ക് 3D ഫ്ലർ എഫക്റ്റ് ലേറ്ററിൽ എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതാണ്. ഫയലിൽ ഇനി കൊടുക്കുക, A4 അതിൻ്റെ ലാൻഡ്സ്കേപ്പ് ആക്കിയാലും മതി, ഏത് സൈസ് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം എലിപ്സ് എടുക്കുക, എലിപ്സ് എടുത്തൊരു ചെറിയ എലിപ്സ് വരയ്ക്കുക. അതിൽ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യണം, ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഗ്രേഡിയൻ്റ് ഞാൻ ഇവിടെ ബ്ലൂ കൊടുക്കുന്നു, ചെറിയൊരു ഡാർക്ക് ബ്ലൂവും ഡാർക്ക് ഉണ്ട്, ചെറിയൊരു ഒരു സൈഡ് ചെറിയൊരു പച്ചയും കൊടുക്കും. ഇതാണ് നമ്മളെ ഗ്രേഡിയൻറ്റ്, ഇതിലാണ് നമ്മൾ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഡ്രാഗ് ചെയ്ത് നീക്കി വയ്ക്കുക. രണ്ടും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ടൂൾ എടുക്കുക. ബ്ലെൻഡ് ടൂൾ എടുത്ത് ഒന്നിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മറ്റേൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും രണ്ടും കൂടി തമ്മിൽ ബ്ലെൻഡ് ചെയ്യും. ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി ബ്ലെൻഡിൽ ചെന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്പെസിഫൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട്, അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ആ ലെറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂടുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എൻ്റർ വാല്യൂ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്ക്രോൾ ചെയ്യുക, സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് അനുസരിച്ചുള്ള ഡിസ്റ്റൻസ് കൂട്ടിയും കുറച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയും കൊടുക്കുന്നു, ഓക്കെ കൊടുത്തു. ഇതിന് ശേഷം ഇതിനെ ഫ്ലർ എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പിയറൻസ് എന്ന് പറയുന്ന ഈ ഒരു വിൻഡോയിലോട്ട് വരിക. ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിൻഡോയിൽ പോയിട്ട് അപ്പിയറൻസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ വരും. ഓക്കെ, അതിനുശേഷം എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കയറുക. ഡിസ്ട്രോയ്റ്റ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നതിനകത്ത് റഫൻ എടുക്കുക, സൈസ് കൂട്ടുക. സൈസ് കൂട്ടി ഡീറ്റെയിൽ ഒന്ന് കൂട്ടുമ്പോഴത്തേക്ക് ആ റഫനായി സൈസ് സെറ്റ് ആവും. ഓക്കെ, ഓക്കെ, ഇതിന് ശേഷം നമുക്ക് വേണ്ട ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു G ആണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റൗണ്ട് വരയ്ക്കുന്നു, റൗണ്ടിനകത്ത് സ്ട്രോക്ക് മാത്രം ആക്കുന്നു. സിസർ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യും. G വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഭാഗം കട്ട് ചെയ്തത്. വീണ്ടും പെൻ ടൂൾ ഉപയോഗിച്ച് ഇവിടുന്ന് ജോയിൻ ചെയ്ത് സെൻറ്ററിലോട്ടൊരു ജോയിൻ. ഇത് നമ്മൾ G ആയിട്ടുണ്ട്. ഇത് ഞാൻ സ്ട്രോക്ക് ഗ്രേഡിയൻ്റാണ് കൊടുത്തത്. ഇന്ന കളർ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, ഏത് കളർ വേണം സ്ട്രോക്കായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇത് തമ്മിൽ ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് വയ്ക്കാം. കോപ്പി എടുത്ത് വയ്ക്കണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വാല് കൊടുക്കണം. അപ്പോൾ വാലും അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കോപ്പി അപ്പോൾ എടുത്ത് വയ്ക്കുന്നത്. അതിനുശേഷം ഈ എഫക്റ്റും Gയും കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിനകത്ത് ബ്ലെൻഡിനകത്ത് റീപ്ലേസ് സ്പിൻ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുക. അത് ഇതിനകത്തോട്ടാവും. ഇതിപ്പോൾ ഡിസ്റ്റൻസ് കുറവാണ്. വീണ്ടും ബ്ലെൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പിൻ്റെ അവിടെ ഇതേക്ക് സ്ക്രോൾ ചെയ്ത് കൂട്ടി കൊടുത്താൽ മതി. എത്രത്തോളം വേണോ അത്രത്തോളം സ്ക്രോൾ ചെയ്ത് വലുതാക്കി കൊടുക്കുക. എനിക്കിപ്പം ഇത്രയും മതി. ഓക്കെ കൊടുത്തു, ഇതാ ആയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഒരു ചെറിയൊരു വാലും കൂടി വയ്ക്കാം. നീക്കി വയ്ക്കാം. അതിനൊരു സ്ട്രോക്ക് ഇട്ടതിന് ശേഷം രണ്ടും കൂടി സെലക്ട് ചെയ്യുക. അതും നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് മാറ്റി വെച്ചതും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ ബ്ലെൻഡ് റീപ്ലേസ് സ്പിൻ. ഓക്കെ, അതിന് ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഡിസ്റ്റൻസ് കുറവാണ്, ഡിസ്റ്റൻസ് കൂട്ടി ഓക്കെ കൊടുക്കുക. ഇതിന് ശേഷം ഒരു സൈഡ് എഡ്ജ് ഇതൊന്ന് ഈ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആ റൗണ്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കയറുക. അതിനെ ഒന്ന് ചെറുതാക്കുക, കാരണം എഡ്ജ് ചെറുതായിട്ടാണല്ലോ ഇരിക്കുന്നത് വാലിൻ്റെ. ഓക്കെ, അത്രയും ചെറുതാക്കി വെച്ചു. ഡിസ്റ്റൻസ് കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബ്ലെൻഡ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. സ്പെസിഫൈ സ്റ്റെപ്പിനകത്ത് സൈസ് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കുക. അതൊന്ന് സെലക്ട് ചെയ്തിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. ആ ഗ്രേഡിയൻ്റ് കുറച്ചൊന്ന് കറക്റ്റായിട്ട് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്തത്. ഈ വാലിനെ പിടിച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താഴോട്ടാക്കി കൊടുക്കാം. ലെയറിൽ പോയിട്ട് ഏറ്റവും താഴോട്ട് അടിച്ചിട്ട് കൊടുത്തു. ഇതാ G. ഇതാണ് നമ്മൾ 3D ഫ്ലർ എഫക്റ്റ്
3D ഫ്ലർ എഫക്റ്റ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതായത് നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് വരും. ഓക്കെ, 3D ഫ്ലർ എഫക്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ കഴക്കൂട്ടം G-TEC കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കഴക്കൂട്ടം, അവിടെ ഞാൻ ഫാക്കൽറ്റി ആയിട്ട് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടെ ഒന്ന് കോഴ്സ് എടുത്ത് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓഫർ കിട്ടുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു പേര് UNSAGRED ഈ ഒരു നെയിമുമായിട്ട് ഈ ഒരു കോഡുമായിട്ട് അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക ഓഫർ കിട്ടും. അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡുമായിട്ട് അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ കോഴ്സിന് ചെറിയ ചെറിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു നെയിമുമായിട്ട് ചെല്ലുക, ഈ ഒരു ഹാഷ് കോഡുമായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫർ അവിടെ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം നെയിമും കൂടിയാണ് അൻസാഗേഡ്. ഓക്കെ, ഈ ഒരു കോഡുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള കോഴ്സിൻ്റെ ഓഫർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇല്ലുസ്ട്രേഷനോ ഗ്രാഫിക് ഡിസൈനോ എന്ത് വേണോ ആയിക്കോട്ടെ, 3D ആനിമേഷൻ, എന്ത് മൾട്ടിമീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഏത് കോഴ്സും ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ.